ലേൺ ഫ്രീക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഡിഫ്യൂഷൻ മെത്തേഡും അതുപോലെ തന്നെ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മേജറായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആയിരുന്നു. എന്താണ് ആൻറ്റിമൈക്രോബിയൽ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്? ഒരു ബാക്ടീരിയയ്ക്ക് ഒരു ആൻറ്റിബയോട്ടിക്കിനോടുള്ള സസെപ്റ്റബിലിറ്റിയാണ് നമ്മൾ ഇതുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആൻറ്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റിംഗ് വെച്ച് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് ആൻറ്റിബയോട്ടിക് വെച്ച് ട്രീറ്റ് ചെയ്താലാണ് ആ പർട്ടിക്കുലർ പെത്തോജനെ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റുന്നത്. അതായത് ആ പേഷ്യൻറ്റിന് ആ പർട്ടിക്കുലർ പെത്തോജൻ കാരണം ഉണ്ടാവുന്ന ഡിസീസിനെ ക്യൂർ ചെയ്യിക്കാൻ ഏത് ആൻറ്റിബയോട്ടിക്കാണ് ബെറ്ററായിട്ട് സ്യൂട്ടാവുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ AST അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം. ഐഡിയൽ ആൻറ്റിബയോട്ടിക് തെറാപ്പി ഉണ്ട്, എംപിരിക് ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഐഡിയൽ ആൻറ്റിബയോട്ടിക് തെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കൾച്ചർ ചെയ്തിട്ട് നമുക്ക് കോസറ്റീവ് ഏജൻറ്റ് അല്ലെങ്കിൽ എത്തിയോളജിക്കൽ ഏജൻറ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തു. അതിനുശേഷം സസെപ്റ്റബിൾ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഐഡിയൽ ആൻറ്റിബയോട്ടിക് തെറാപ്പി എന്ന് പറയും. എംപിരിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ലബോറട്ടറി റിസൾട്ട്, അതായത് മൈക്രോബയോളജി റിപ്പോർട്ട്സ് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കാരണം ആ ഡിസീസിൻ്റെ സീരിയസ്നെസ് വെച്ചിട്ട് നമ്മൾ കൾച്ചർ റിപ്പോർട്ടിന് വെയിറ്റ് ചെയ്യാതെ ഒരു ബ്ലൈൻഡ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഈ പർട്ടിക്കുലർ ആൻറ്റിബയോട്ടിക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസീസ് ക്യൂർ ചെയ്യും അല്ലെങ്കിൽ ആ പെത്തോജനെ കില്ല് ചെയ്യാൻ പറ്റും. ആ ഒരു ബ്ലൈൻഡ് തെറാപ്പിയാണ് നമ്മൾ എംപിരിക് ട്രീറ്റ്മെൻറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കാനുള്ള മെത്തേഡാണ് ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്. ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡാണ് വൈഡായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്കിനെ ഒരു സോളിഡ് മീഡിയത്തിൽ ഡിഫ്യൂസ് ചെയ്യാൻ അലൗ ചെയ്യും. ഇപ്പോൾ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡിൽ നമ്മൾ ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡിസ്കിൽ അപ്രോപ്രിയേറ്റ് കോൺസെൻട്രേഷനിലുള്ള ആൻറ്റിബയോട്ടിക് ഡ്രഗ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ടെസ്റ്റ് ബാക്ടീരിയ നമ്മൾ മീഡിയത്തിൽ സ്ട്രീക്ക് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. അതിലേക്ക് ഈ ആൻറ്റിബയോട്ടിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ പ്ലേറ്റ് എന്ത് ചെയ്യും, ഇൻക്യുബേറ്റ് ചെയ്യാൻ വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഇൻഹിബിഷൻ ഓഫ് ബാക്ടീരിയൽ ഗ്രോത്ത് ആണ് നോക്കുന്നത്. അതായത് ആ സോൺ ഡയമീറ്റർ നോക്കിയിട്ടാണ് നമ്മൾ ആ ഡ്രഗ് സെൻസിറ്റീവ് ആണോ അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ആണോ ഇൻ്റർമീഡിയറ്റ് സെൻസിറ്റീവ് ആണോ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിസ്ക് ഡിഫ്യൂഷൻ ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിങ്ങിൻ്റെ ഓൾ പ്രോസസ്സാണ് ഈ പിക്ചർ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇത് ഓരോന്നായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതിനു മുമ്പ് ജസ്റ്റ് ഇതൊന്ന് പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് ഐസൊലേറ്റഡ് കോളനി. ആ ഐസൊലേറ്റഡ് കോളനി ഒരു 3 to 4 കോളനി എടുത്തിട്ട് സെക്കൻഡ് പിക്ചർ നമ്മൾ പെപ്റ്റോൺ വാട്ടറിൽ ഇനോക്കുലേറ്റ് ചെയ്യും. തേർഡ് പിക്ചർ എന്ന് പറയുന്നത് ഈ ഇനോക്കുലേറ്റ് ചെയ്ത പെപ്റ്റോൺ വാട്ടറിനെ നമ്മൾ മെക്ഫർലൻ ടർബിഡിറ്റി സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യും. ദെൻ നമ്മളതൊരു 2 to 3 അവർ ഇൻക്യുബേറ്റ് ചെയ്യാൻ വയ്ക്കും. ഫോർത്ത് പിക്ചർ എന്ന് പറയുന്നത് നമ്മൾ മീഡിയയിലോട്ട്, ഇപ്പോൾ നമ്മൾ MHA ആണ് യൂസ് ചെയ്യുന്നത്, മീഡിയയിലോട്ട് നമ്മൾ ഈ ഓർഗൻസത്തിന് സ്ട്രീക്ക് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് ഫിഫ്ത്ത് പിക്ചർ എന്ന് പറയുന്നത് നമ്മൾ ആൻറ്റിബയോട്ടിക് ഡിസ്ക് ഈ സ്ട്രീക്ക് ചെയ്ത പ്ലേറ്റിലോട്ട് പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളത് ഇൻക്യുബേറ്റ് ചെയ്യാൻ വയ്ക്കും, ഓവർനൈറ്റ് ഇൻക്യുബേറ്റ് ചെയ്യാൻ വയ്ക്കും. നെക്സ്റ്റ് ഡേ വന്നിട്ട് നമ്മൾ വേർണിയർ കാലിപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂളർ വെച്ചിട്ടോ സ്കെയിൽ വെച്ചിട്ടോ നമ്മൾ ആ സോൺ ഡയമീറ്റർ മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് ഡിസ്ക് ഡിഫ്യൂഷൻ ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിങ്ങിൽ നടക്കുന്ന ആ ഒരു ഓൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യമാണ് സ്റ്റാൻഡർഡൈസ്ഡ് ഇനോക്കുലം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 2 to 3 വെൽ ഐസൊലേറ്റഡ് കോളനി നമ്മൾ സെലക്ട് ചെയ്യും. അതാണ് ഫസ്റ്റ് പിക്ചർ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ സെലക്ട് ചെയ്ത ഐസൊലേറ്റഡ് കോളനീസ് പെപ്റ്റോൺ വാട്ടറിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യും. ഇനോക്കുലേറ്റ് ചെയ്ത ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താ, ഇൻക്യുബേറ്റ് ചെയ്യുക. 37 degree Celsius ഇൻക്യുബേറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മളത് മെക്ഫർലൻ ടർബിഡിറ്റി സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കമ്പയർ ചെയ്യും. നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്തതും മെക്ഫർലൻ ടർബിഡിറ്റി സ്റ്റാൻഡേർഡും തമ്മിൽ. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് 0.5% മെക്ഫർലൻ ടർബിഡിറ്റി സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്നത് 1% H2SO4, അതിൽ നിന്ന് 99.5 ml, 1.175% ബേരിയം ക്ലോറൈഡിൽ നിന്ന് 0.5 ml. അങ്ങനെയാണ് 0.5% മെക്ഫർലൻ ടർബിഡിറ്റി സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ ടർബിഡിറ്റി കമ്പയർ ചെയ്യും. അപ്പോൾ ടർബിഡിറ്റി ലെസ് ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ, നമ്മുടെ ഇനോക്കുലം ടർബിഡിറ്റി ലെസ് ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ നമ്മളത് വീണ്ടും ഇൻക്യുബേറ്റ് ചെയ്യും. ഇപ്പോൾ ടർബിഡിറ്റി ഹെവി ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റെറൈൽ പെപ്റ്റോൺ വാട്ടർ വെച്ചിട്ട് ഡൈലൂട്ട് ചെയ്യും. അപ്പോൾ ഇത്ര ഓർക്കുക, 0.5% മെക്ഫർലൻ ടർബിഡിറ്റി സ്റ്റാൻഡേർഡാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രിപ്പറേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടർബിഡിറ്റി കുറവായിട്ടാണ് തോന്നുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഇൻക്യുബേറ്റ് ചെയ്യുക. കൂടുതലായിട്ടാണ് തോന്നുന്നതെങ്കിൽ സ്റ്റെറൈൽ പെപ്റ്റോൺ വാട്ടർ വെച്ചിട്ട് ഡൈലൂട്ട് ചെയ്യുക.
അടുത്ത് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രോത്ത് മീഡിയ. അപ്പോൾ ഗ്രോത്ത് മീഡിയ എന്ന് പറയുന്നത് ഓവർനൈറ്റ് ഗ്രോത്ത്, ബാക്ടീരിയയുടെ ഓവർനൈറ്റ് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ ഏതാ? MH, മുള്ളർ, ഹിൻഡൻ, അഗാർ. ഇതുകൂടാതെ നമുക്ക് വേറെ മീഡിയാസ് യൂസ് ചെയ്യാം. ന്യൂട്രിയൻ്റ് അഗാർ യൂസ് ചെയ്യാം. അതുകൂടാതെ എയറോബിക് മീഡിയ ആയിട്ടുള്ള ഗിബ്കോ സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് അഗാർ നമ്പർ 2, അല്ലാന്നുണ്ടെങ്കിൽ ഓക്സോയിഡ് ഐസോ സെൻസിറ്റിവ് ടെസ്റ്റ് അഗാർ. ഇതാണ് നമ്മൾ MHയും ന്യൂട്രിയൻ്റ് അഗാറും അല്ലാതെ യൂസ് ചെയ്യുന്ന എയറോബിക് മീഡിയ എന്ന് പറയുന്നത്. ഇതുകൂടാതെ എനേറോബിക് മീഡിയ ആയിട്ടുള്ള വിൽക്കിൻസ് ചാൾഗ്രൻ അഗാറും യൂസ് ചെയ്യാം. pH എന്ന് പറയുന്നത് 7.3, അതിനോട് ക്ലോസ് ആയിട്ടുള്ള pH ആയിരിക്കും ഇതിന് വേണ്ടത്. അപ്പോൾ ഇത്ര ഓർക്കുക, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയ എന്ന് പറയുന്നത് MHA ആണ്. ഇപ്പോൾ MH ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രിയൻ്റ് അഗാർ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മീഡിയ ആണ് ഗിബ്കോ സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് അഗാർ നമ്പർ 2, അല്ലെങ്കിൽ ഓക്സോയിഡ് ഐസോ സെൻസിറ്റിവ് ടെസ്റ്റ് അഗാർ. ഇത് എയറോബിക് മീഡിയ ആണ്. എനേറോബിക് മീഡിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വിൽക്കിൻസ് ചാൾഗ്രൻ അഗാർ. ഇത് നമ്മൾ ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് കാണിച്ചിരിക്കുന്നതാണ്. ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ബെറ്റർ ആയിട്ടുള്ള മീഡിയ എന്ന് പറയുന്നത് MHA ആണ്. അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ മീഡിയയിൽ സൾഫോണമൈഡ്, അതുപോലെ തന്നെ ട്രൈമെത്തോപ്രിൻ, ടെട്രാസൈക്ലിൻ ഇൻഹിബിറ്റേഴ്സ് ഇതൊക്കെ തന്നെ ലോ ആണ്. അതുപോലെ തന്നെ നോൺ ഫെസ്റ്റീഡിയസ് ആയിട്ടുള്ള പെത്തോജൻസിൻ്റെ ഗ്രോത്തിനെ ഇത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പിന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് MH നോൺ സെലക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ എന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് MHയിൽ സ്റ്റാർച്ച് ഉണ്ട്. അപ്പോൾ സ്റ്റാർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബാക്ടീരിയ റിലീസ് ചെയ്യുന്ന ടോക്സിനെ അബ്സോർബ് ചെയ്യും. അത് കാരണം ആൻറ്റിബയോട്ടിക്സുമായിട്ട് ഒരു ഇൻ്റർഫിയറൻസ് അവിടെ വരുന്നില്ല. ഇനിയൊരു കാര്യം എന്ന് പറയുന്നത് MHA ലൂസ് അഗാറാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്സിന് ബെറ്റർ ആയിട്ട് ഇതിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകാൻ പറ്റും ബാക്കിയുള്ള മീഡിയ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ബെറ്ററായിട്ട് ഡിഫ്യൂഷൻ നടക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു സോൺ ഓഫ് ഇൻഹിബിഷൻ MHയിൽ കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ റീസൺസ് ഒക്കെ കൊണ്ടാണ് നമ്മൾ MHA ആണ് ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ബെറ്ററായിട്ട് യൂസ് ചെയ്യുന്ന മീഡിയം. ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മീഡിയ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് എന്താ, അത് പെട്രി ഡിഷിൽ പോർ ചെയ്യണം. അപ്പോൾ പെട്രി ഡിഷിൻ്റെ ഒരു ഡയമീറ്റർ, അതായത് ഐഡിയൽ ആയിട്ടുള്ള ഡയമീറ്റർ എന്ന് പറയുന്നത് 100 mm ആണ്. മീഡിയത്തിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 4 mm. അപ്പോൾ പ്ലേറ്റ്സ് നമ്മൾ പോർ ചെയ്ത് കഴിഞ്ഞ ശേഷം 4 ഡിഗ്രി സെൽഷ്യസിൽ അപ് ടു 1 വീക്ക് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. pH എന്ന് പറയുന്നത് 7.2നും 7.4നും ബിറ്റ്വീൻ ആയിരിക്കണം. ഇപ്പോൾ മീഡിയയുടെ pH എന്ന് പറയുന്നത് അസിഡിക് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് അമിനോ ഗ്ലൈക്കോസൈഡ് ഗ്രൂപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്, അതുപോലെ തന്നെ മാക്രോലിഡ് ഗ്രൂപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒക്കെ ആക്ഷനെ ഡിക്രീസ് ചെയ്യും. ആൽക്കലൈൻ pH ആണെന്നുണ്ടെങ്കിൽ ടെട്രാസൈക്ലിൻസ്, അതുപോലെ തന്നെ നോവോബയോസിൻ, ഫ്യൂസ്ഡിക് ആസിഡ് ഇതിൻ്റെയൊക്കെ ആക്ഷനെ ഫേവർ ചെയ്യുകയും ചെയ്യും. സൾഫോണമൈഡ്, അതുപോലെ തന്നെ ട്രൈമെത്തോപ്രിൻ, ഈ ഗ്രൂപ്പിലുള്ള ഡ്രഗ്സ് എന്ന് പറയുന്നത് MHയിലുള്ള തൈമിഡിൻ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഈ ഗ്രൂപ്പിലുള്ള ഡ്രഗിൻ്റെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് തൈമിഡിൻ്റെ ആക്ഷൻ എന്ത് ചെയ്യണം? അവിടെ ഇൻഹിബിറ്റ് ചെയ്യണം. അതിനായിട്ട് 5% ലൈസ്ഡ് ഹോഴ്സ് ബ്ലഡ് മീഡിയത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ തൈമിഡിൻ്റെ ഇൻഹിബിറ്ററി എഫക്റ്റ് അവിടെ ന്യൂട്രലൈസ് ആവും. അതുപോലെ തന്നെ ഈ ലൈസ്ഡ് ഹോഴ്സ് ബ്ലഡ് നമ്മൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ പോലെയുള്ള ഫെസ്റ്റീഡിയസ് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യമാണ് MRSAയുടെ ഡിറ്റക്ഷൻ, മെഥിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. അതിൻ്റെ ഡിറ്റക്ഷനായിട്ട് നമുക്ക് മീഡിയത്തിലോട്ട് 5% സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും വേഗം. മീഡിയ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഇനോക്കുലേഷനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇനോക്കുലം പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് സ്റ്റിറൈൽ സ്വാബ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്വാബ് റൊട്ടേറ്റ് ചെയ്യുക. ട്യൂബിൻ്റെ സൈഡിലിട്ട് നല്ലോണം റൊട്ടേറ്റ് ചെയ്യുക, അതായത് സ്ക്യൂസ് ചെയ്യുക. എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് തിരിച്ച് അതിലേക്ക് തന്നെ വീഴുന്ന രീതിയിൽ നമ്മൾ ട്യൂബിൻ്റെ സൈഡിൽ വെച്ചിട്ട് ആ ഫ്ലൂയിഡ് ലെവലിന് മേലെ വെച്ചിട്ട് നല്ലോണം സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. ഫേം പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും ആ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് അങ്ങ് റിമൂവ് ആയി പൊക്കോളൂ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇനോക്കുലേറ്റ് ചെയ്യുക. ഡ്രൈഡ് സർഫസ്, MHയുടെ ഡ്രൈഡ് സർഫസിലോട്ട് പിക്ചറിൽ കാണുന്ന പോലെ ഇനോക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. 3 times നമ്മൾ ജസ്റ്റ് സ്വാബ് ചെയ്യുക, അതായത് ആ അഗാർ സർഫസിൻ്റെ എൻറ്റയർ ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്വാബ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ആ ബ്ലാക്ക് മാർക്ക് വെച്ചിട്ട് സർക്കിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? സ്വാബ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡൊക്കെ അതിലേക്ക് അബ്സോർബ് ആയിക്കോളും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്വാബ് എന്ത് ചെയ്യുക? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഡിസ്കാർഡ് ചെയ്യുക. ലിഡ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പ്ലേറ്റ് ജസ്റ്റ് ഒരു 3 to 5 minutes റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുക. പക്ഷേ അത് 50 minutes കൂടാൻ പാടില്ല. അടുത്തതാണ് സെലക്ഷൻ ഓഫ് ഫസ്റ്റ് ലൈൻ ആൻറ്റിബയോട്ടിക് ഡിസ്ക്. അപ്പം ആൻറ്റിബയോട്ടിക് സെലക്ട് ചെയ്യുന്നതിൽ ഫസ്റ്റ് ലൈനും ഉണ്ട്, സെക്കൻഡ് ലൈനും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സിനത് ഡിപ്പെൻഡ് ചെയ്തേക്കും. ഒന്നെന്ന് പറയുന്നത് ക്ലിനിക്കൽ സാമ്പിൾ.
രണ്ടാമത്തേത് പെത്തോജൻ, മൂന്നാമത്തേത് പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കൽ കണ്ടീഷൻ, നാലാമത്തേത് ഈ ആൻറ്റിബയോട്ടിക് ലോക്കലി അവൈലബിൾ ആണോ അല്ലയോ എന്ന് നോക്കണം. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ലോക്കലി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്, അതായത് കോമൺ ആയിട്ട് എല്ലാ ക്ലിനീഷ്യന്മാരും പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക് ആണോ അല്ലയോ എന്ന് നോക്കും. അപ്പോൾ ഈ ഫാക്ടേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ലൈൻ ആൻറ്റിബയോട്ടിക് സെലക്ട് ചെയ്യുന്നത്. ആൻറ്റിബയോട്ടിക് ഡിസ്ക് എന്ന് പറയുന്നത് യൂഷ്വലി കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്. അപ്പോൾ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഡിസ്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം, ബൾക്കായിട്ടും വർക്കിംഗ് സ്റ്റോക്കായിട്ടും. ബൾക്കായിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -20 ഡിഗ്രിയിലും കുറവായിരിക്കണം. വർക്കിംഗ് സ്റ്റോക്ക് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ 6 ഡിഗ്രിയിൽ വേണം സ്റ്റോർ ചെയ്യേണ്ടത്. ആൻറ്റിബയോട്ടിക് ഡിസ്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആൻറ്റിബയോട്ടിക് ഡിസ്ക് ലാബിൽ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് ഇനി പറയുന്നത്. ഇതിന് ഫസ്റ്റ് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റെറൈൽ വാട്ട്മാൻ നമ്പർ 1 ഫിൽറ്റർ പേപ്പർ. ഫിൽറ്റർ പേപ്പർ എടുത്ത ശേഷം നമ്മൾ അതിൽ നിന്ന് 5 to 6 mm ഡയമീറ്ററിൽ ഡിസ്ക് പഞ്ച് ഔട്ട് ചെയ്തെടുക്കുക. പഞ്ച് ഔട്ട് ചെയ്ത ശേഷം അത് നമ്മൾ സ്റ്റെറൈൽ ആയിട്ടുള്ള പെട്രി ഡിഷിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ ഡിസ്കും തമ്മിൽ 2 to 4 mm ഡിസ്റ്റൻസ് വേണം. നെക്സ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് നമ്മളിതിനെ സ്റ്റെറിലൈസ് ചെയ്യാം. ഹോട്ട് എയർ ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 1 hour വെച്ചിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇത് കൂൾ ചെയ്യുക. കൂൾ ചെയ്ത ശേഷം 5 microliter അപ്രോപ്രിയേറ്റ് കോൺസെൻട്രേഷനിലുള്ള സ്റ്റെറൈൽ ആൻറ്റിമൈക്രോബിയൽ സൊല്യൂഷൻ ഓരോ ഡിസ്കിലും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. ഇൻകോർപ്പറേറ്റ് ചെയ്ത ശേഷം നമ്മൾ അതിനെ ഡ്രൈ ചെയ്യാനായിട്ട് ഡെസിക്കേറ്ററിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഡെസിക്കേറ്റർ അവൈലബിൾ അല്ലാത്തൊരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്കിനെ ഡ്രൈ ചെയ്യാനായിട്ട് ഇൻക്യുബേറ്റർ യൂസ് ചെയ്യാം. 35 to 37 ഡിഗ്രി സെൽഷ്യസിൽ 1 hour ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്താൽ മതിയാവും. അതിനുശേഷം -20 ഡിഗ്രി സെൽഷ്യസിൽ റെഫ്രിജറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാം. ഓരോ പ്രാവശ്യം നമ്മൾ ഡിസ്ക് എടുക്കുമ്പോഴും, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ആൻറ്റിബയോട്ടിക് ഡിസ്ക് എടുക്കുന്ന സമയത്ത് കൺട്രോൾ സ്ട്രെയിൻ വെച്ചത് ടെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ കൺട്രോൾ സ്ട്രെയിൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 2 രീതിയിലാണ്. ഒന്നെന്ന് പറയുന്നത് 2 സോഴ്സിൽ നിന്നാണ്. ഒന്ന് ATCC, പിന്നെ ഉള്ളത് NCTC. ATCCയുടെ മീനിങ് എന്ന് പറയുന്നത് അമേരിക്കൻ ടൈപ്പ് കൾച്ചർ കളക്ഷൻ ഇൻ USA. NCTC നാഷണൽ കളക്ഷൻ ഓഫ് ടൈപ്പ് കൾച്ചേഴ്സ് ഇൻ UK. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻക്യുബേഷൻ അറ്റ്മോസ്ഫിയർ. ഓൾറെഡി നമ്മൾ പ്ലേറ്റിൽ ഇനോക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻക്യുബേഷനാണ്. അപ്പോൾ 35 to 37 ഡിഗ്രി സെൽഷ്യസിൽ മിനിമം 16 to 18 hours നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്തിരിക്കണം. ഇൻക്യുബേഷൻ കഴിഞ്ഞിട്ട് വേണം നമ്മൾ റീഡിങ്ങും റിപ്പോർട്ടിങ്ങും ചെയ്യേണ്ടത്. അപ്പോൾ റീഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നോക്കേണ്ടതെന്ന് പറയുന്നത് സെമി കൺഫ്ലുവൻറ്റ് ഗ്രോത്ത് ഉള്ള പ്ലേറ്റിൽ വേണം നമ്മൾ റീഡിങ് നോക്കേണ്ടത്. മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേർണിയർ കാലിപ്പേഴ്സ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ റൂളറൊക്കെ വെച്ചിട്ടോ ചെയ്യാവുന്നതാണ്. സോൺ ഡയമീറ്റർ അല്ലെങ്കിൽ മെഷർമെൻറ്റ് നമ്മൾ റീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഡിസ്കിന് പുറത്ത് ഫോം ചെയ്യുന്ന ആ സോണിനെ മെഷർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് ഡിസ്ക് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർക്കുലർ ഇൻഹിബിഷൻ സോൺ, ഈ രീതിയിലാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. റീഡിങ് നമ്മൾ കിട്ടിയ ശേഷം മില്ലിമീറ്റേഴ്സിൽ വേണം അതിനെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ സെൻസിറ്റിവിറ്റിയെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഫസ്റ്റത്തത് സെൻസിറ്റീവ്, അതിനെ S എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആൻറ്റിബയോട്ടിക് സെൻസിറ്റീവ് ആണെന്ന് പറയണമെങ്കിൽ സോൺ റേഡിയസ്, നമുക്ക് കിട്ടുന്ന സോൺ ഡയമീറ്റർ എന്ന് പറയുന്നത് കൺട്രോൾ സ്ട്രെയിനിന് ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ ലാർജോ ആയിരിക്കണം. ഇപ്പോൾ ടെസ്റ്റ് ബാക്ടീരിയത്തിൻ്റെ സോൺ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കൺട്രോളിൻ്റെക്കാളും സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻസ് നോക്കും. കൺട്രോളും ടെസ്റ്റും തമ്മിൽ ഡിഫറൻസ് നോക്കുമ്പോഴത്തേക്കും 3 mm കൂടാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സെൻസിറ്റീവ് എന്ന് റിപ്പോർട്ട് ചെയ്യും. ഈ പിക്ചറിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ വേർണിയർ കാലിപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് സോൺ ഡയമീറ്റർ നോക്കുന്നത്. റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ സാധാ സ്കെയിൽ വെച്ചിട്ട് എങ്ങനെ റീഡ് ചെയ്യുന്നുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് വേർണിയർ കാലിപ്പേഴ്സ് വെച്ച് നോക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ സെഫാസോളിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ സോണാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഡിസ്ക് CZ എന്ന് മാർക്ക് ചെയ്തിരിക്കും. അതിന് ചുറ്റുമുള്ള സോൺ, അതാണ് ഇൻഹിബിഷൻ സോൺ എന്ന് പറയുന്നത്. അതായത് ആ ക്ലിയർ ഏരിയ എന്ന് പറയുന്നത് ആ ഡിസ്കിലുള്ള ആൻറ്റിബയോട്ടിക് ഡിഫ്യൂസ് ചെയ്ത് പോയിട്ട് അവിടെയുള്ള ബാക്ടീരിയ കില്ല് ചെയ്തു. അതാണ് അവിടെ ക്ലിയർ ആയിട്ട് കാണുന്നത്. അപ്പം നമ്മൾ ആ സോണിൻ്റെ ഒരറ്റം മുതൽ അടുത്ത അറ്റം വരെ നോക്കുമ്പോഴത്തേക്കും എത്രയാണോ റീഡിങ് കിട്ടുന്നത് അതിൽ കാണിച്ചിരിക്കുന്നത് 14 ആണ്. അപ്പോൾ നമുക്കൊരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണത് സെൻസിറ്റീവ് ആണോ, ഇൻ്റർമീഡിയറ്റ് സെൻസിറ്റീവ് ആണോ അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ആണോ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി റൈറ്റ് സൈഡ് നോക്കുമ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നോക്കുന്നതാണ്. അപ്പോൾ ഇതിൽ സോൺ നോക്കുക, സോൺ ഓഫ് ഇൻഹിബിഷൻ ഒരറ്റം വെച്ചിട്ട് നമ്മൾ 0 വെച്ചിട്ട് ഇങ്ങേയറ്റം എതുവരെയാണ് ആ സോൺ ഫോം ചെയ്തേക്കുന്നത് നോക്കുക.
അപ്പോൾ 0 to 2 വരെയാണ് ആ സോണിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ മില്ലിമീറ്റേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേക്കും 20 mm. അതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ചാർട്ട് വെച്ച് നോക്കിയിട്ട് ആ പർട്ടിക്കുലർ ഡ്രഗ് സെൻസിറ്റീവ് ആണോ റെസിസ്റ്റൻ്റ് ആണോ എന്ന് നോക്കിയിട്ട് റിപ്പോർട്ട് കൊടുക്കും. ഈ ചാർട്ടാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി കിട്ടിയ ശേഷം നമ്മൾ അത് സെൻസിറ്റീവ് ആണോ അല്ലെങ്കിൽ മോഡറേറ്റ്ലി സെൻസിറ്റീവ് ആണോ അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ആണോ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പാണ് പറഞ്ഞിരിക്കുന്നത്, അമിനോഗ്ലൈക്കോസൈഡ് ഗ്രൂപ്പ്. നെക്സ്റ്റ് ഏതാ ആൻറ്റിബയോട്ടിക്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോമൈസിൻ, അതിൻ്റെ അബ്രിവിയേഷൻ കൊടുത്തേക്കും എസ്. നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻഹിബിഷൻ സോണാണ്, റൈറ്റ് സൈഡിലുള്ള ആ ഒരു കോളമാണ്. ഫസ്റ്റ് റെസിസ്റ്റൻറ്റ്, പിന്നെയുള്ളത് ഇൻ്റർമീഡിയറ്റ് റെസിസ്റ്റൻറ്റ്, അടുത്തത് സെൻസിറ്റീവ് അല്ലെങ്കിൽ സസെപ്റ്റീവ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന ആ ഡ്രഗ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 12നും 14നും ഇടയ്ക്ക്, അതായത് 12 അല്ലെങ്കിൽ 30 അതുപോലെ എന്നുണ്ടെങ്കിൽ 40 ഈ റീഡിംഗ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ ഡ്രഗ് ഇൻ്റർമീഡിയറ്റ് റെസിസ്റ്റൻ്റ് ആണെന്ന് റിപ്പോർട്ട് ചെയ്യും. ഇപ്പം നമുക്ക് കിട്ടുന്നത് 15 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ ഡ്രഗ് സെൻസിറ്റീവ് ആണെന്ന് റിപ്പോർട്ട് ചെയ്യും. ഇപ്പം നമുക്ക് കിട്ടുന്ന സോൺ ഡയമീറ്റർ 11 അല്ലെങ്കിൽ അതിൽ കുറവോ ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻ്റ് എന്ന് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഓരോ ഡ്രഗിൻ്റെയും സോൺ ഓഫ് ഡയമീറ്റർ നോക്കിയിട്ട് ആ ഡ്രഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ള ഇൻ്റർപ്രിറ്റേഷൻ. നമ്മൾ ഓൾറെഡി സെൻസിറ്റീവ് ആണ്, ഒരു ഡ്രഗ് സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്ന് മീൻ ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ ഡ്രഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ സെൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രഗ് കൊടുത്താൽ ആ ഡിസീസിന് നമുക്ക് ക്യൂർ ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ പത്തോജനെ കില്ല് ചെയ്യാൻ പറ്റും. അതാണ് ആ സെൻസിറ്റീവ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ മോഡറേറ്റ്ലി സെൻസിറ്റീവ്. അതായത് നമ്മൾ ടെസ്റ്റ് ബാക്ടീരിയത്തിൻ്റെ സോൺ റീഡ് ചെയ്യുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് 2 mm വേണം. ടെസ്റ്റിൻ്റെയും കൺട്രോൾ സ്ട്രെയിൻ്റെയും സോണിൻ്റെ ഡിഫറൻസ് നോക്കുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് 3 mm വേണം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ ഡ്രഗ് ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ മോഡറേറ്റ് സെൻസിറ്റീവ് ആണെന്ന് പറയാം. അടുത്ത കാറ്റഗറിയാണ് റെസിസ്റ്റൻറ്റ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡ്രഗ് റെസിസ്റ്റൻ്റ് ആണെന്ന് പറയണമെങ്കിൽ സോൺ ഡയമീറ്റർ, ടെസ്റ്റ് ബാക്ടീരിയത്തിൻ്റെ സോൺ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 mm കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ആ പർട്ടിക്കുലർ ഡ്രഗ് റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡ്രഗ് നമുക്ക് ട്രീറ്റ്മെൻറ്റിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല.